ഹായ് നമസ്കാരമുണ്ട്. ഇന്നിപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂരാട്ടോ. നാളെ ഇപ്പോൾ തൃശ്ശൂർ പൂരല്ലേ, അപ്പോൾ അതിൻ്റെ പൂരത്തലേന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ആനച്ചമയം കാണാൻ പറ്റും നമുക്ക്. ആനച്ചമയും ആനയൂട്ടും. അപ്പോൾ അത് രണ്ടും കാണാനുള്ള വരികളായി കാണണം കേട്ടോ. ഈ കാണുന്ന വരി ഉണ്ടല്ലോ നിങ്ങൾ, ഇതൊക്കെ അതിനുള്ള വരികളാണ്. ആനച്ചമയം കാണാനുള്ള വരികളാണത്. അപ്പോൾ ഇത്രയും ലോങ്ങിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ എത്തുന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ വരിയിൽ നിന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷവും മെയ് 6, 7 തീയതികളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ. ചൊവ്വാഴ്ചത്തെ പൂരം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളുടെ പൂരമാണിച്ചെങ്കിൽ ബുധനാഴ്ചത്തെ പൂരം തൃശ്ശൂർക്കാരുടെ പൂരമാണ്. അപ്പോൾ നമ്മുടെ ക്യൂ ഇങ്ങനെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അകത്തെ കാഴ്ചകൾ കാണാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട, നല്ല അടിപൊളി കാഴ്ചകളാണ്. ഞാനിതുവരെ കാണാത്ത കാഴ്ചകളാണ് ഞാൻ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ആനച്ചമയം കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഒരു രക്ഷയില്ല. ആനച്ചമയം എന്ന് പറഞ്ഞാൽ ഇതാണ് ആനച്ചമയം. ഈ കുടകളൊക്കെ കണ്ടില്ലേ, ഈ കുടകളാണ് നാളെ ഇവിടുത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ ആനച്ചമയത്തിൻ്റെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയാണ് ഇവിടെ ശരിക്കുള്ളൊരു കാഴ്ച കേട്ടോ. അത് കണ്ടോളിത്. ഒരു 50 ആനകൾ ഇങ്ങനെ എഴിഞ്ഞാടം വിട്ടിക്കാണ് ഇവിടെ. എനിക്ക് ആദ്യത്തെ അനുഭവമാണ്, അതുകൊണ്ടാവും എനിക്കത് തോന്നിയിട്ടുണ്ടാവുക. ഒരു 10-50 ആനക്ക് മുകളിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആനപ്രേമികൾക്ക് കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ആനപ്രേമികൾ അവിടെ കാണാൻ പറ്റി. കുറേ ആൾക്കാർ സെൽഫി എടുക്കുന്നുണ്ട്, മറ്റുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്.
അപ്പോൾ നാളെ പൂരത്തിനാണ് വരുന്നതെങ്കിൽ ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല. നല്ല ഒരു അടിപൊളി കാഴ്ചയായിരുന്നത്. ഒരുപാട് ആനകളുണ്ട്. അത് കാരണം ആനയുടെ പേരുകളൊന്നും നോക്കിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ആനയുടെ പേരാണെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ ഈ ചാനലിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുപാട് വിവിധ കാഴ്ചകൾ വരുന്നതാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും ആനകൾ ഇനിയും കാണാൻ ബാക്കിയാണ്. അപ്പോൾ ഇവിടുത്തെ ആനകളുടെ കാഴ്ച കഴിഞ്ഞ് ഞാനിത് പുറത്തിറങ്ങിയപ്പോൾ തൃശ്ശൂർ അങ്ങാടിയുടെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് തൃശ്ശൂർ അങ്ങാടിയിൽ തൃശ്ശൂർക്കാരും മാത്രമല്ല, നേരത്തെ പറഞ്ഞ മാതിരി ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ ഇന്നിവിടെ എത്തുന്നതാണ്. അത് മലയാളികളും ഇംഗ്ലീഷുകാരും അറബികളും എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഇന്നിവിടെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ നാളത്തെ പൂരത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം എല്ലാവർക്കും ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന വരില്ല. അപ്പോൾ നമ്മളൊന്ന് ഷെയർ ചെയ്താൽ അവർക്കും ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പൂരാശംസകൾ നേരുന്നു. ഹാപ്പി തൃശ്ശൂർ പൂരം. അപ്പോൾ നമുക്ക് പൂരത്തിൻ്റെ വിവിധ നല്ല അടിപൊളി കാഴ്ചകളുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.